CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ ഭയവും അസഹിഷ്ണുതയും എത്രത്തോളം വേരോടിയിരിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി വെളിപ്പെടുത്തിക്കൊണ്ട് സാദാ സാംസ്കാരിക ലേഖനത്തിലെ തലക്കെട്ടിനെ ചൊല്ലി പാർട്ടിയിൽ വൻ പടയൊരുക്കമാണ്. തികച്ചും നിർദോഷമായ ഒരു നാടക കലാകാരന്റെ അനുഭവക്കുറിപ്പിന് കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് നൽകിയതിന്റെ പേരിൽ സ്വന്തം ന്യൂസ് എഡിറ്ററെ വിചാരണ ചെയ്യാനും 4 മണിക്കൂറിനുള്ളിൽ രേഖാമൂലം വിശദീകരണം നൽകണമെന്ന അന്ത്യശാസനം നൽകാനും പാർട്ടി നേതൃത്വം നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ സ്വന്തം നിഴലിനെ പോലും പേടിക്കുന്ന അവസ്ഥയിലേക്ക് CPM നേതൃത്വം അധം പതിച്ചു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് വാരാന്ത പതിപ്പ് പൂർണ്ണമായും റദ്ദാക്കേണ്ടി വന്ന ഈ നാണം കെട്ട സംഭവം. പാർട്ടി എഡിറ്റോറിയൽ ബോർഡിന്റെ മുൻകൂട്ടിയുള്ള നിർദ്ദേശം തള്ളി ലേഖനം അച്ചടിക്കാൻ കൊടുത്ത വാശിയിലാണ് ന്യൂസ് എഡിറ്റർ KR അജയന് നേരെ പാർട്ടി അച്ചടക്ക വാളോങ്ങുന്നത്. എന്നാൽ ഈ വിവാദത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന അടിയൊഴുക്കുകളും അതിനെ മറച്ചുവെക്കാൻ പാർട്ടി നടത്തിയ നട്ടാൽ മുളയ്ക്കാത്ത അസത്യങ്ങളും കാണാതിരിക്കാനാകില്ല. തുടക്കത്തിൽ സംഭവം പുറത്തറിഞ്ഞപ്പോൾ യന്ത്ര തകരാർ മൂലം അച്ചടി തടസ്സപ്പെട്ടു എന്നും കള്ളൻ വിജയൻ എന്നൊരു ലേഖനമേ ഇല്ല എന്നും പത്രത്തിന്റെ റെസിഡന്റ് എഡിറ്റർ കൂടിയായ M സ്വരാജ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായി കള്ളം പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അച്ചടിച്ച ആയിരക്കണക്കിന് കോപ്പികൾ സ്വന്തം ഭയം കാരണം വെട്ടി നശിപ്പിക്കേണ്ടി വന്നുവെന്ന നാണം കെട്ട സത്യം അധിക നേരം ഒളിച്ചുവെക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ല. ഒരു നാടക കലാകാരന്റെ വിളിപ്പേരായ കള്ളൻ വിജയൻ എന്നത് പാർട്ടിയിലെ പരമോന്നത നേതാവിനെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് സ്വയം തെറ്റിദ്ധരിച്ച് പരക്കം പാഞ്ഞ പാർട്ടി മാനേജ്മെന്റ് ഒടുവിൽ VS അച്യുതാനന്ദന്റെ അനുസ്മരണ കുറിപ്പടങ്ങിയ പതിപ്പ് പോലും വിതരണം ചെയ്യാതെ മാറ്റിവെച്ചു. VSനെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന വാർത്ത മാധ്യമങ്ങളിൽ കത്തിപ്പടർന്നതോടെയാണ് കള്ളൻ വിജയൻ എന്ന ലേഖനം വെട്ടിമാറ്റി പുതിയ പതിപ്പിറക്കാൻ നേതൃത്വം നിർബന്ധിതമായത്. സ്വന്തം പാർട്ടി പത്രത്തിനുള്ളിൽ പോലുമുള്ള മാധ്യമ പ്രവർത്തക സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുകയും ഏകാധിപത്യപരമായ ഭയത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്യുന്ന പാർട്ടി നേതൃത്വം ഇപ്പോൾ ആഭ്യന്തര വിവരങ്ങൾ ചോർന്നതിലും അമർഷം പൂണ്ട് താഴെ തട്ടിലുള്ള ജീവനക്കാർക്ക് നേരെ ബലിയാടുകളെ കണ്ടെത്താനുള്ള തത്രപ്പാടിലാണ്. അനാവശ്യമായ രാഷ്ട്രീയ പരിഭ്രാന്തി മൂലം പാർട്ടി മുഖപത്രത്തെയും അതിന്റെ അണിയറ പ്രവർത്തകരെയും പൊതുസമൂഹത്തിന് മുൻപിൽ അപഹാസ്യരാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം AKG സെന്ററിലെ തമ്പുരാന്മാർക്ക് തന്നെയാണെന്ന യാഥാർത്ഥ്യമാണ് ഇതിലൂടെ തുറന്നു കാട്ടപ്പെടുന്നത്.